ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഒരു കറിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്ന. 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഉണ്ടാക്കിയ ഒരു കറിയാണ്. എൻ്റെ ഓർമ്മയിലുള്ളത് ഈ ഒരു കറിയാണ് കേട്ടോ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് എൻ്റെ ലൈഫിൽ. ആ സമയത്ത് അങ്ങനെ കുക്ക് ചെയ്യാറില്ല അതിന്. അപ്പം അതിൻ്റെ കഥ പിന്നെ പറയാം. അപ്പം അതാ ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1-2 സ്പൂൺ. ഇത് ചൂടായി വരുമ്പോഴേക്കും ഒരിച്ചിരി കടുക് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാം. അപ്പം ഇതൊരു കാസർഗോഡൻ കറിയാണ്. അപ്പോൾ പണ്ട് ഉണ്ടാക്കിയതിൽ നിന്നും ചെറിയൊരു മാറ്റം വരുത്തിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത്. അത് ഞാൻ പിന്നീട് ക്ലിയർ ചെയ്യാം അതെന്താണ് എന്നുള്ളത്. അപ്പോൾ ദാ ഇതിലോട്ട് ഒരു സവാള മതി കേട്ടോ. ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതും 2 പച്ചമുളകും പിന്നെ ഒരു ഇച്ചിരി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന 2 വലിയ തക്കാളിയാണ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ മുമ്പ് എങ്ങനെയെന്ന് വെച്ചാൽ ചെയ്യാറുള്ളത്, വഴറ്റിയെടുക്കാറില്ല ഇതുപോലെ. എല്ലാ ചേരുവയും ചേർത്തിട്ട് ആദ്യം നന്നായിട്ട് വേവിച്ചെടുക്കും. എന്നിട്ട് അവസാനമാണ് കടുകിട്ടിട്ട് വറവിടൽ. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തതേ ഉള്ളൂ. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. കാശ്മീരി ചില്ലി പൗഡറാണ് കൂടുതലും യൂസ് ചെയ്യാറ്. ഇപ്പം എൻ്റെ കയ്യിലില്ലാത്ത കൊണ്ട് ഞാൻ മുളക് അരച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞങ്ങളൊക്കെ മുളക് അരച്ചത് കൂടുതലും യൂസ് ചെയ്യാറുണ്ട്, പ്രത്യേകിച്ച് മുമ്പൊക്കെ. ഇപ്പം ഞാൻ അങ്ങനെ മുളക് അരച്ച് വെക്കൽ കുറവാണ് കേട്ടോ. അപ്പോൾ അരച്ച പേസ്റ്റ് ഒരു 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പാകത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല, ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഇത് കുറേ നേരം വേവിച്ചെടുക്കാനുണ്ട്, കുറച്ച് നേരം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം ഒരു ഇച്ചിരി കൂടുതൽ ചേർത്തിട്ട് ഇനി ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ ഫ്ലെയിം കുറച്ച് മൂടി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുത്താൽ മതി, ഒരു 2-3 മിനിറ്റ് ഒക്കെ. പിന്നെ വേണമെങ്കിൽ ഒരു ഇച്ചിരി പുളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്ന, ഞാൻ 8ാം ക്ലാസ്സിലോ എന്തോ പഠിക്കുന്ന സമയത്ത്, ആ സമയത്തൊന്നും അങ്ങനെ അടുക്കളയിലോട്ട് അങ്ങനെ ഞങ്ങളുടെ ഒരു കൂട്ടുകുടുംബമാണ്. അപ്പം അങ്ങനെ അടുക്കളയിൽ അങ്ങനെ പോവാറില്ല അതിന്. 10ാം ക്ലാസ്സിലായിരുന്നു കല്യാണം. കല്യാണം കഴിഞ്ഞിട്ടാണ് പിന്നെ അടുക്കളയിലുള്ള പോരാട്ടം തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഉമ്മ ഇല്ലാത്ത സമയത്ത് ഞാൻ ഉണ്ടാക്കിയതാണ്, കല്യാണത്തിന് മുന്നേ 8ാം ക്ലാസ്സിലെന്തോ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ നമുക്കപ്പോൾ ഇങ്ങനെ ഫോണൊന്നുമില്ല, ഇങ്ങനെ ആരുടെ ചോദിക്കാനോ അല്ലെങ്കിൽ സെർച്ച് ചെയ്യാനോ ഒന്നും. അപ്പം നമ്മളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് ഇങ്ങനെ ജസ്റ്റ് എപ്പോഴെങ്കിലും ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ടാവാം, ഉമ്മ ഉണ്ടാക്കുന്നതൊക്കെ സാധാ ഇടയ്ക്ക് ഉണ്ടാക്കുന്ന കറി തന്നെയാണ്. അപ്പോൾ ഞാനത് ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിനെന്ന് പറയുന്നുണ്ടായിന് എല്ലാവരും. നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം ഈ ഒരു കറി. അധികം ചേരുവയൊന്നും ഇല്ലെങ്കിലും നമുക്ക് പുഴുക്കലരി ചോറിൻ്റെ കൂടെ എന്തെങ്കിലും സൈഡ് ഡിഷൊക്കെ ഉണ്ടെങ്കിൽ സംഭവം അടിപൊളിയാണ്.